ഒരു MLA-ക്ക് പോലും നാട്ടിൽ രക്ഷയില്ലാത്ത കാലമാണ്. സൈബർ തട്ടിപ്പ് സംഘങ്ങൾ പല പ്രമുഖരെയും ഇരകളാക്കിയിട്ടുണ്ട്. എന്നാൽ പിറവം MLA അനൂപ് ജേക്കബിനെ കെണിയിൽ വീഴ്ത്താനുള്ള സൈബർ തട്ടിപ്പുകാരുടെ ശ്രമം അമ്പെ പൊളിഞ്ഞു. കർണാടക വിജിലൻസിൽ നിന്നാണെന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പരാതി കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് MLA-ക്ക് ഫോൺ കോൾ എത്തിയത്. അനൂപ് ജേക്കബ് രൂക്ഷമായി പ്രതികരിച്ചതോടെ തട്ടിപ്പുകാർ ഫോൺ കട്ട് ചെയ്ത് മുങ്ങി. സംഭവത്തിൽ MLA കൂത്താട്ടുകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതുപോലെ പല രീതിയിൽ സൈബർ തട്ടിപ്പുകാർ ആളുകളെ കബളിപ്പിക്കുന്നുണ്ട്. പിറവം MLA അനൂപ് ജേക്കബിന്റെ പേരിൽ മറ്റൊരു ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആ നമ്പറിൽ നിന്ന് പലരെയും ഭീഷണിപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പരാതി ലഭിച്ചതിനാൽ നിലവിലുള്ള നമ്പർ ബ്ലോക്ക് ചെയ്യുകയാണെന്നും പറഞ്ഞാണ് ഫോൺ കോൾ വന്നത്. ബാംഗ്ലൂരു വിജിലൻസ് ടെലികമ്മ്യൂണിക്കേഷൻസ് വിഭാഗം PRO ആണെന്ന് വിളിച്ചയാൾ പരിചയപ്പെടുത്തി. അഖിലേഷ് ശർമ്മ എന്നാണ് പേര് പറഞ്ഞത്. താങ്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ നിന്നും ഒഴിവാക്കാൻ പിഴ അടയ്ക്കണമെന്നായിരുന്നു തട്ടിപ്പുകാരുടെ ആവശ്യം. പിന്നാലെ MLA രൂക്ഷമായി പ്രതികരിച്ചതോടെ തട്ടിപ്പുകാർ ഫോൺ കട്ട് ചെയ്തു. തിരികെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. സാമ്പത്തിക തട്ടിപ്പിന് MLA ഇരയാക്കാനുള്ള ശ്രമമായിരുന്നു. തുടർന്ന് അനൂപ് ജേക്കബ് കൂത്താട്ടുകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബാംഗ്ലൂർ ടെലികമ്മ്യൂണിക്കേഷൻ്റെ വിജിലൻസ് വിഭാഗം PRO ആണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയാണ് ഈ പറയുന്ന വ്യക്തി, ഒരു അഖിലേഷ് ശർമ്മ എന്ന് പറയുന്ന വ്യക്തി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആൾ വിളിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേരിൽ മറ്റൊരു ഫോൺ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ നിന്ന് അനവധി പേരെ ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തതായി, അതായത് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമിച്ചതായി അവർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ടെലിഫോൺസ്, എൻ്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഈ കക്ഷി പറയുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫൈൻ അടയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് എനിക്ക് ഒരു പത്രങ്ങളിലൊക്കെ ഇത് വായിക്കുന്നതുള്ളത് കൊണ്ടും ഇങ്ങനെയുള്ള തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുന്നുള്ളത് കൊണ്ടും ഞാൻ അവെയറായി ഈ വിഷയത്തെക്കുറിച്ച് അങ്ങോട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു. താങ്കൾ ആരാണ്, എന്താണ്, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ക്രോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല. നിങ്ങൾ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്, അതിനുള്ള അധികാരം നിങ്ങൾക്ക് എന്താണ്, തുടങ്ങിയ അനവധി കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായൊരു മറുപടി പറയാതെ വീണ്ടും കർക്കശമായി തന്നെ ഈ കക്ഷിയോട് സംസാരിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം പുള്ളി ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ആ നമ്പറിലേക്ക് പല വട്ടം വിളിച്ചു. അപ്പോഴെല്ലാം ഫോൺ റിങ് ചെയ്തിട്ട് ഇങ്ങനെ വേറെ ടോൺ അടിച്ചങ്ങ് നിന്നു പോവാണത്. ഇപ്പോൾ ഫോൺ കിട്ടുന്നുണ്ടാവുന്നില്ല. ഞായറാഴ്ച രാവിലെ 10-ന് MLA-യുടെ ഫോണിൽ വിളിച്ച് മേൽവിലാസം തിരക്കിയിരുന്നു. MLA ആണെന്ന് അറിയാതെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമമായിരുന്നെന്ന് കരുതുന്നു. ഇത്തരത്തിൽ ആഴ്ചയിൽ 3 പരാതിയെങ്കിലും കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ എത്താറുണ്ടെന്ന് SHO പറഞ്ഞതായും MLA അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി.